ഇസ്രയേലിന്റെ പതനം അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ പ്രബലമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തെ അതിരൂക്ഷമായ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അതിരുകടക്കുകയാണെന്നും പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തെ അടിച്ചമർത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി ആരോപിച്ചു. ക്രൂരതയും ഭയപ്പെടുത്തലും വഴിയോര കൊള്ളയ്ക്ക് സമാനമായ നടപടികളുമാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. വെസ്റ്റ് ബാങ്കിലെ ഗുസ്ര നഗരത്തിൽ ഇസ്രയേലി സൈന്യത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തോടെ കുടിയേറ്റക്കാർ 3 പലസ്തീൻ കുടുംബങ്ങളെ തുടർച്ചയായ 11 ദിവസമായി ഉപരോധത്തിലാക്കിയിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പ്രസ്താവന പുറത്തു വന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്ന് തദ്ദേശീയരായ പലസ്തീനികളെ ഒഴിപ്പിക്കാനും അവരുടെ വീടുകളും ഭൂമിയും കയ്യേറാനുമുള്ള വ്യവസ്ഥാപിത ശ്രമമാണ് നടക്കുന്നത്. ഖുദ്സ് ഫോഴ്സ് കമാൻഡറുടെ ഈ പ്രസ്താവന കേവലം ഒരു വാക്പോര് മാത്രമല്ല, മറിച്ച് മേഖലയിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നയതന്ത്ര നീക്കങ്ങൾക്ക് ഇറാൻ രൂപം നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇസ്രയേലിന്റെ അധിനിവേശ നയങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ നൽകി വരുന്ന നയതന്ത്ര സൈനിക പിന്തുണ കൂടുതൽ ശക്തമാക്കുമെന്ന് ഖാനി വ്യക്തമാക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റക്കാർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പലസ്തീൻ കുടുംബവും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ പിന്തുണയോടെ നടത്തുന്ന ഇത്തരം ഉപരോധങ്ങൾ ആസൂത്രിതമായ വംശീയ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമാണെന്നാണ് പലസ്തീൻ അധികൃതരുടെ നിലപാട്. ഗാസയിലെ വൻകിട സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും സംഘർഷം ശക്തമാക്കുന്നത് ഇസ്രയേലിന്റെ സുരക്ഷാ സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു വശത്ത് ഇറാന്റെ സഖ്യസേനയായ ഹിസ്ബുള്ളയും ഹമാസും പ്രതിരോധം തീർക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലെ സിവിലിയൻ ചെറുത്തുനിൽപ്പ് ഇസ്രയേലി സൈന്യത്തിന് കൂടുതൽ ഭാരമായി മാറും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ ഇസ്രയേൽ ഭരണകൂടം വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ പ്രത്യാക്രമണം ശക്തമായിരിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ കടുപ്പിച്ച ഭാഷ മേഖലയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തമാക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ കുടുംബങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം കടുത്ത മാനുഷിക പ്രതിസന്ധിയാണ് പ്രദേശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. കുടിവെള്ളവും അടിസ്ഥാന ആവശ്യ സാധനങ്ങളും തടയുന്നത് മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളെ ഇസ്രയേലി കുടിയേറ്റക്കാരും സൈന്യവും അവഗണിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ വലിയ ഇന്ധന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴി തുറക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ കപ്പൽ ഗതാഗതവും ചെങ്കടലിലെ സുരക്ഷയും ഇറാൻ സഖ്യസേനകളുടെ കസ്റ്റഡിയിലായതിനാൽ ഇറാൻ നിർണായക നിലപാടിലേക്ക് കടന്നാൽ അത് ആഗോള വ്യാപാര ശൃംഖലയെ അവതാളത്തിലാക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത പിന്തുണയോടെയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ അധിനിവേശം തുടരുന്നതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾ നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങളാണ് ഇസ്രയേലിനെ ഇത്തരം നിയമവിരുദ്ധ നടപടികൾക്ക് പ്രേരിപ്പിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടുകളും ഇറാൻ ശക്തമാക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ മൗനത്തെയും IRGC നേതൃത്വം വിമർശിക്കുന്നുണ്ട്. പലസ്തീൻ ജനത നേരിടുന്ന ഈ അനീതിക്കെതിരെ പ്രാദേശിക അറബ് രാഷ്ട്രങ്ങൾ ശബ്ദമുയർത്തണമെന്നും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നും ഇറാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇറാൻ നയിക്കുന്ന പ്രതിരോധ അച്ചുതണ്ട് മാത്രമേ പലസ്തീനികളുടെ രക്ഷയ്ക്ക് എത്തൂ എന്ന സന്ദേശവും അവർ നൽകുന്നു. ഇറാന്റെ ഈ പുതിയ യുദ്ധമുറയ്ക്ക് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീൻ പോരാളികൾക്ക് പുതിയൊരു മാനസിക ഊർജം നൽകുന്നുണ്ട്. ഇസ്രയേൽ ഒരു തരത്തിലും സുരക്ഷിതരല്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം പോരാട്ടവീര്യം നിലനിർത്താൻ അവരെ സഹായിക്കുന്നുണ്ട്. അധിനിവിഷ്ട പ്രദേശങ്ങളിൽ ഇസ്രയേൽ തുടരുന്ന കുടിയേറ്റ വികസനം അവസാനിപ്പിക്കാതെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് പ്രമുഖ അന്താരാഷ്ട്ര നിരീക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇറാന്റെ വിപ്ലവ ഗാർഡ് തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ ശേഷിയും പരമാവധി സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഏതൊരു ആക്രമണത്തിനും അതിവേഗത്തിനും മാരകമായ മറുപടി നൽകാൻ കഴിയും വിധം IRGC ഖുദ്സ് ഫോഴ്സ് തങ്ങളുടെ സഖ്യസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഗുസ്ര നഗരത്തിൽ നടക്കുന്ന ഉപരോധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. ഇറാന്റെ അന്ത്യശാസനവും വെസ്റ്റ് ബാങ്കിലെ വൻതോതിലുള്ള അധിനിവേശ നീക്കങ്ങളും പശ്ചിമേഷ്യ മറ്റൊരു വലിയ പോരാട്ടത്തിലേക്ക് നയിക്കുകയാണ്.
ഇസ്രയേലിന്റെ വീഴ്ച അനിവാര്യമാണെന്ന IRGCയുടെ മുന്നറിയിപ്പ് കേവലം വാചകമടിയായി തള്ളിക്കളയാൻ കഴിയില്ലെന്നും വരും ദിവസങ്ങളിൽ ഇത് പ്രാദേശിക യുദ്ധ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്നും വ്യക്തം.